നമ്മളൊരു യുണീക്ക് ആർട്ടിസ്റ്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് വർക്കിൽ ആ ഒരു യുണീക്നെസ് കൊണ്ടുവരുമ്പോഴാണ്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി കണ്ടുനോക്കാം. ചില പിക്ചേഴ്സ് അടുത്ത് കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഇങ്ങനെ വെച്ച പോലെയും ഇങ്ങനെ ബ്രഷിന്റെ സ്ട്രോക്സ് ഒക്കെ കാണാൻ പറ്റും, ടെക്സ്ചറൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ചൊന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു പിക്ചർ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ എന്ന് തോന്നും. സോ ഈ പിക്ചർ അത്തരത്തിലൊരു പിക്ചറാണ്. അടുത്ത് കാണുമ്പോൾ ഇതിങ്ങനെ ബ്രഷിന്റെ പാടും നോക്കിയൊക്കെ മനസ്സിലാവും, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇങ്ങനെ ഇരിക്കുക, കണ്ടോ, കുറേ ലൈൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ദൂരെ കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറായി മാറിയിട്ടുണ്ട്. സെയിം പോലെ തന്നെ ആ ഒരു ഡ്രോയിങ്ങും. എനിക്ക് അത് മാമിൻ്റെ ഒരു യുണീക്ക് ശൈലിയാണത്. ഇത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഓരോ ലൈൻസും ആനയുടെ ദേഹത്തുള്ള ഓരോ ടെക്സ്ചറും എടുത്ത് കാണാൻ പറ്റും. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ആനയുടെ ഒരു ഫീല് കിട്ടുന്നില്ലേ? ആദ്യം തന്നെ പറഞ്ഞതുപോലെ, എല്ലാവരും പറഞ്ഞതുപോലെ ദൈവത്തിന് നന്ദി, സാറിന് നന്ദി, കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും നന്ദി. അപ്പം ഇത് ആദ്യം ഞാൻ അതാ ചെയ്തത്. അത് വേഗം തീർന്നു. പ്രത്യേകിച്ച് അതിനകത്ത് വലിയ കാര്യമൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അത് വേഗം തീർന്നു. അപ്പോൾ പിന്നെ എനിക്കിനി സമയമുണ്ട്. ഞാൻ മുമ്പ് മാഡം പറഞ്ഞ പോലെ ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട്. പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ട്. ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു കൊല്ലം ആയുള്ളൂ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും, സമയമുണ്ട് ധാരാളം. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതെടുത്തത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇതിന് കുറേ സമയം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും അതിനേക്കാളും കൂടുതൽ സമയം ഇതിനെടുത്തു. അപ്പോൾ ചിലർക്കൊക്കെ ഇതാ ഇഷ്ടപ്പെട്ടത് അതിനേക്കാളും. ചിലർ പറഞ്ഞു അതാ ഇഷ്ടപ്പെട്ടത്. ഏതായാലും എനിക്ക് രണ്ടും ഇഷ്ടമായി, കാരണം ഞാൻ ചെയ്തതാണല്ലോ. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നതും. അല്ലെങ്കിൽ സർജറിയൊക്കെ കഴിഞ്ഞ് വളരെയധികം ഞാൻ ബുദ്ധിമുട്ടി ഇരുന്ന സമയത്തും സാറിൻ്റെ ആ മോട്ടിവേഷനും ഒക്കെ കൊണ്ടാണ് ഈ നിലയിൽ ഇവിടെ വരെ ഈ സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത്. അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഞാൻ അങ്ങ് പോയേനെ. പക്ഷെ ഞാൻ കുറച്ച് മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ശേഷം ഈ വരയും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. മെഡിസിൻ കൊണ്ട് മാത്രം ആയില്ല. ഈ സാറിൻ്റെ ഈ ക്ലാസ് കൊണ്ടും മോട്ടിവേഷൻ ക്ലാസ് എന്ന് തന്നെ പറയാമല്ലോ, സാറാണല്ലോ. യു ആർ ഗ്രേറ്റ്. എന്നെ മോട്ടിവേറ്റർ ആക്കോ. ഞാൻ എപ്പോഴും പറയും യു ആർ ഗ്രേറ്റ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.